ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഈ ഒരു മിക്സിങ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്ന പച്ചരി നന്നായിട്ട് മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൽ ശർക്കര പാനിയും പിന്നെ നമ്മുടെ പെരുംജീരകം ഇത്രയും ഇട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതാണ്. ഇതിൽ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക, അപ്പോൾ നല്ല സ്വാദായിരിക്കും. പിന്നെ കപ്പലണ്ടി നന്നായിട്ട് ഇതുപോലെ തിരുമ്മിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം അരിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. കപ്പലണ്ടി എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്. നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും ഒരപ്പം കഴിക്കുമ്പോൾ നമുക്കതിൽ കടിക്കാനൊരു നല്ലൊരു ഫ്ലേവർ എന്ന് പറയുന്നത് കപ്പലണ്ടിയാണ്. പിന്നെ കപ്പലണ്ടി താല്പര്യമില്ലാത്തവർക്ക് അണ്ടിപ്പരിപ്പ് പൊടിച്ചിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞങ്ങൾ ഒരപ്പം ചെയ്യുമ്പോഴത്തേക്ക് അത് അടുപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത് കൂടുതൽ നേരം നമുക്ക് ഇതിൽ വെച്ച് വേവിച്ചെടുക്കുകയും ചെയ്യണം ആ ഒരു പരുവത്തിന്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ തവണയും അടുപ്പിൽ തന്നെയാണ്, പണ്ട് മുതലേ അടുപ്പിൽ തന്നെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അടുപ്പിൽ തീ എത്തിച്ച് ചൂട്ട് വെച്ചിട്ട് അതിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു തവി ഉപയോഗിച്ച് ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ടൈറ്റാവാൻ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ ഇത് ടൈറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും അതുപോലെ തന്നെ ഇതിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ടേസ്റ്റിനും ഇത് പെട്ടെന്ന് ഇളകി വരാനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടുതലൊന്നും വേണ്ട, കാരണം നമ്മളിതിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇളക്കി വെച്ചിരുന്ന നമ്മളെ കപ്പലണ്ടിയില്ലേ, അതും കൂടെ ആ സമയത്ത് കുറുകി വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അതായത് നമ്മുടെ സ്പൂണോ എന്തെങ്കിലും തവി എന്തെങ്കിലും ഉപയോഗിച്ച് അതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ അത് നമുക്ക് ആ ഒരു ലെവലിന് കിട്ടും. അപ്പോൾ ഇനി ഇതിൻ്റെ മൂട വെച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് ആ മൂടയുടെ മുകളിലായിട്ട് തൊണ്ടും അതുപോലെ തന്നെ ചിരട്ടയും വെച്ച് തീക്കനലുണ്ടാക്കാം. അപ്പോൾ അത് പിന്നെ നമുക്കിതിലൊന്നും ചെയ്യാനില്ല. ഇത് നമുക്ക് ഈ തീക്കനൽ അണഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം അതിൻ്റെ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ആറി തണുത്ത് നല്ല സെറ്റായി കിട്ടിയിരിക്കും. ആ സമയത്ത് നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഒരപ്പം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ പാത്രം അടുപ്പ് തുറന്നപ്പോൾ ഇതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഒരു ചെറിയ കരിഞ്ഞിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയ ബാക്കിയുള്ള ഭാഗം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.